എൻ്റെ പേര് നിതീഷ്. ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. BP ഡൗൺ ആയിട്ട് ബൈക്ക് ആക്സിഡൻ്റ് ആയി. അതുകൊണ്ട് സ്പൈനൽ കോഡ് സി ലെവലിൽ അപകടം പറ്റി. അതുപോലെ തന്നെ റേഡിയൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാൻഡിബിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഫസ്റ്റോട് വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബെഡായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് കഴുത്തിനായിട്ട് തീരെ ചലനം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയൊരു ഫിംഗർ മാത്രമേ അനുഭവമായിരുന്നുള്ളൂ. അവിടുന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു ജോലി ചെയ്യണം, അല്ലാണ്ട് വേറെ മടി പിടിച്ചിരിക്കുന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇവിടെ വന്നിട്ട്. എന്തായാലും കുറച്ച് റിസ്ക്കാണ്, വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഉണ്ട് നന്നായിട്ട്. കുറേ മാറ്റം വന്ന് ഇരിക്കാൻ, അതുപോലെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വന്നത് എങ്ങനെ നടക്കാം അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നു. ഇവിടെ വെച്ചാൽ അതിൻ്റെ മൂന്നിലൊന്നു പോലെ ആകുന്നില്ല. ഫുഡ് അടക്കം അത്ര പോലെ ആകുന്നില്ല നമുക്ക്. ഫസ്റ്റൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബെഡായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് കഴുത്തിനായിട്ട് തീരെ ചലനം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയൊരു ഫിംഗർ മാത്രമേ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ തോമസ് സാറാണ് ഫൗണ്ടർ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ കൂടുതൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഗജൻ സാറ്, കൃപ മേഡം, അജയ് സാർ, എല്ലാവരോടും നന്ദി. എൻ്റെ പേര് നിതീഷ്. ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ BP ഡൗൺ ആയിട്ട് ബൈക്ക് ആക്സിഡൻ്റ് ആയി. അതുകൊണ്ട് സ്പൈനൽ കോഡ് സി ലെവലിൽ അപകടം പറ്റി. അതുപോലെ തന്നെ റേഡിയൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാൻഡിബിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അവിടുന്ന് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് ഓഗസ്റ്റ് ഒരു 22 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടുന്ന് ഇലക്ട്രിക് വീൽചെയറിലായിരുന്നു. അവിടുന്ന് ഒരു 2 മന്തിന് ശേഷം ICU വെന്റിലേറ്റർ മാറ്റിയിട്ട് കണ്ണൂരേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് ബാക്കി തെറാപ്പി കഴിഞ്ഞു. അവിടുന്നാണ് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത് സഹായി, കോയമ്പത്തൂർ സഹായി ഉണ്ടെന്ന്. ഇവിടുത്തെ കുറിച്ച് എനിക്ക് ഐഡിയ ഒന്നുമില്ല. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ ഡ്യൂറേഷൻ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാനിവിടെ ഇവിടത്തേക്ക് വന്നു, കോയമ്പത്തൂരേക്ക് വന്നു. കോയമ്പത്തൂർ വന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഒന്നും സെറ്റായിട്ടില്ല. അതുകൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറ് മേഡലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ വീൽ ചെയറൊക്കെ ആയിരുന്നു. പിന്നെ മെല്ലെ വാക്കറിലേക്ക് വന്നു. വാക്കറിൽ നിന്ന് ഡബിൾ സ്റ്റിക്കിലേക്ക് വന്നു. ഇമ്പ്രൂവ്മെൻറ്റ് ഡബിൾ സ്റ്റിക്കിലേക്ക് വന്നു. ഡബിൾ സ്റ്റിക്കിൽ നിന്ന് സിംഗിൾ സ്റ്റിക്കിലേക്കായി. പിന്നെ ഇപ്പോൾ സിംഗിൾ സ്റ്റിക്കിലും അതുപോലെ തന്നെ വിത്തൗട്ടിലും ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ തോതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ തുടങ്ങി. ആക്സിഡൻറ്റ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുമ്പം ഇലക്ട്രോണിക്സിൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ റോഡിലേക്ക് കയറിയ സമയത്ത് BP ഡൗൺ ആയതാണ്. BP ഡൗൺ ആയിട്ട് പിന്നെ എനിക്ക് അന്നത്തെ ദിവസം കറക്റ്റ് ഓർമ്മയില്ല. ഇതൊക്കെ ഒരു ക്യാമറ കണ്ട കാര്യം പറഞ്ഞു. BP ഡൗൺ ആയിട്ട് ഞാൻ അങ്ങനെ വീഴുക ചെയ്തത്. ഡയറക്റ്റ് റോഡിലേക്ക് വീണു. അപ്പോൾ തൊട്ടുപുറകിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ അവിടെ നിന്ന് തന്നെ നേരെ ഷിഫ്റ്റ് ആക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അന്നേരമാണ് സ്പൈനൽ കോഡിൻ്റെ പ്രശ്നം കൊണ്ട് പറഞ്ഞത്. അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അവർ ഷിഫ്റ്റ് ചെയ്തു. കാരണം കുറച്ച് സീരിയസ് പോലെ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വേറെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഫസ്റ്റൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബെഡായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് കഴുത്തിനായിട്ട് തീരെ ചലനം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയൊരു ഫിംഗർ മാത്രമേ അനുഭവമായിരുന്നുള്ളൂ. അവിടുന്ന് വരുമ്പോൾ ഫുൾ സീറോ ആയിരുന്നു. അരക്ക് താഴെ ഫുൾ സീറോ ആയിരുന്നു. അതായത് കാലും കാര്യങ്ങളൊന്നും എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. നേരെ ആംബുലൻസിൽ അവിടുന്ന് 2.5 മാസം കൊണ്ടേ എനിക്ക് മൂവ്മെൻ്റ് ആയിട്ടുള്ളൂ. മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ബെഡിൽ നിന്ന് അവർ നേരെ ആംബുലൻസിലേക്ക് മാറ്റി നേരെ കണ്ണൂരേക്ക് വന്ന് അവിടെ അഡ്മിറ്റായി. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കേരളത്തിൽ അങ്ങനെ റിയാലിറ്റി സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ പാലക്കാടിലൊരു ഫ്രണ്ട് എനിക്ക് ഈ സഹായനെ കുറിച്ച് പറഞ്ഞു തന്നെ. ഇവിടെ നോക്കുമ്പോൾ ഹാപ്പിയായി. കുറേ മാറ്റം വന്ന് ഇരിക്കാൻ, അതുപോലെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വന്നത് എങ്ങനെ നടക്കാം അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നു. സഹായിപ്പം വന്നിട്ട് 3 മാസമായി. 3 മാസം അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ. വീൽ ചെയർ ജസ്റ്റ് ഒന്ന് വാക്കറിലായിരുന്നു. അപ്പോൾ ഫുൾ ടൈറ്റും കാര്യങ്ങളായിരുന്നു. എനിക്ക് വാക്കർ തന്നെ മൂവ്മെൻറ്റ് പറ്റുന്നില്ല. ഒരു ഭയങ്കര കുറച്ച് ദൂരം മാത്രമേ കാണുന്നുള്ളൂ, ചെറിയ ദൂരം മാത്രം. പക്ഷെങ്കിൽ പിന്നെ അവർ കൂടുതലായി നടത്തിച്ചു. വാക്കറിലൊരു 2 റൗണ്ട് 4 റൗണ്ടൊക്കെ നടത്തിച്ചു. അതിനൊക്കെ ഡബിൾ സ്റ്റിക്ക് വന്നെനിക്ക് സിംഗിൾ സ്റ്റിക്കിലേക്ക് മാറ്റി തന്നു. അവിടുന്ന് ഇപ്പോൾ വിത്തൗട്ടിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ നടക്കാൻ ചെയ്യുന്നത്. എന്നാലും കുറച്ച് റിസ്ക്കാണ്, വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഉണ്ട് നന്നായിട്ട്. ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കുറച്ച് ടൈം എടുത്താലും റെഡി ആവുന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലിയാണ് തെറാപ്പിസ്റ്റ്. വെച്ചാൽ കൃപാമേഡാണെങ്കിലും അജയ് സാറാണെങ്കിലും സീനിയർ തെറാപ്പിസ്റ്റ് ഗജേന്ദ്ര സാറാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നെ സംസാരിക്കുക. നമുക്ക് വേണ്ടി എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു തരും. എക്സസൈസ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും
നമ്മൾ ഇമ്പ്രൂവിന് കണക്കായിട്ട് എക്സസൈസ് മാറ്റിത്തരാൻ എല്ലാം അവരെന്നെ ചെയ്തു തരും. അതുകൊണ്ട് നമുക്കൊരു കൂടുതൽ നമുക്ക് ചെയ്യാൻ തോന്നും. നമുക്ക് അങ്ങനെ മടി പിടിച്ചിരിക്കേണ്ടതൊന്നും വരില്ല. അവരെ നമ്മളൊരു മോട്ടിവേഷൻ തരും. നമുക്ക് നീറ്റാ കാമാണ് നല്ല. അതിന് ഫുഡ് വെച്ചാൽ 3 നേരം ഫുഡുണ്ട്. അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് 3 നേരം ഫുഡ്. അതിന് വേണ്ടി നമ്മൾ പുറത്തൊന്നും പോകണ്ട. ഇതിന് മുന്നേ നമ്മൾ നിന്ന എല്ലാവിടെയും ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. അവരെന്നെ ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഫുഡ് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വെച്ചാൽ നല്ല ക്വാളിറ്റിയിലെ ഫുഡായിരിക്കും. 3 നേരം ഫുഡ്, അതിനോട് ചായ, പാല്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടും. അപ്പോൾ അതിന് നമുക്കൊരു ടെൻഷനില്ല. കറക്റ്റ് ആ ഫുഡ് കിട്ടുന്നത് നമുക്ക് അതിൻ്റെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം കിട്ടും. റൂമാണെങ്കിലും നല്ല ക്ലീനാണ് റൂം. എല്ലാ ദിവസവും അവർ വന്ന് ക്ലീനാക്കും. അതുകൊണ്ട് നല്ല സൗകര്യമുണ്ട്. റൂം വാർഡാണ്, നല്ല സൗകര്യം കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ 3 ആളേ ഉള്ളൂ, വാർഡിൽ 3 ആളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ബാത്റൂമുണ്ട്, പിന്നെ ഒരാൾ ചൂടുവെള്ളമുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് ഒരാൾ ഓൾറെഡി ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് താമസിക്കുന്ന സ്റ്റാഫ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അർദ്ധരാത്രി ആണെങ്കിൽ വിളിച്ചാലോ വരും. ഇപ്പോൾ കറണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് ക്ലിയർ ആക്കും. വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആക്കും. കമ്പയർ ടു എല്ലാവരും നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് കുറവാണ്. ഒരു വലിയ പൈസ മാറ്റമുണ്ട്. കാരണം ഫുഡ് അടക്കമാണ് ഇവിടെ വരുന്നത്. നമ്മളിതിന് മുന്നേ നിന്ന് അടിക്കുന്ന ഫുഡില്ലാണ്ട് ഒരു വലിയൊരു പൈസ വരും. നമുക്കിതിൻ്റെ ഡബിളിന് മേലെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ നമുക്ക് 14 ദിവസത്തേക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുന്നുണ്ട്. ഇവിടെ വെച്ചാൽ അതിൻ്റെ 3-1 പോലെ ആകുന്നില്ല. ഫുഡ് അടക്കം അത്ര പോലെ ആകുന്നില്ല. നമുക്കൊന്നും മിസ്സായിട്ടില്ല. ഓണാണെങ്കിലും ദീപാവലി ഞാൻ ആഘോഷിക്കാറില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ദീപാവലി ഇല്ല, വിഷു അല്ല ആഘോഷിക്കല്. ഇവിടെ ദീപാവലി ആണെങ്കിലും ഞാൻ ഇപ്രാവശ്യം ആഘോഷിച്ചു, ഓണത്തിനും ആഘോഷിച്ചു, അതുപോലെ ഓഗസ്റ്റ് 15 ആഘോഷിച്ചു. ഞാൻ ഇതുവരെയായിട്ട് പരിപാടിക്കൊന്നും പങ്കെടുത്തില്ല. ഇവിടെ എനിക്ക് 3 പരിപാടിക്ക് പങ്കെടുത്ത് പരിപാടി കൂടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്നും ഒരു മിസ്സായിട്ട് ഒരു അങ്ങനത്തെ ഫീലൊന്നും വന്നിട്ടില്ല. സദ്യ ആണെങ്കിലും ഓണത്തിന് സദ്യ ഉണ്ടായിരുന്നു. അല്ല, പൊതുവെ നമുക്ക് സദ്യ ഭയങ്കര മിസ്സാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവരെ ദീപാവലി ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടി, അവർ ഓണത്തിലാണെങ്കിൽ ഓണത്തിൻ്റെ ഫംഗ്ഷനിൽ അവർ വന്ന്. അപ്പോൾ നല്ല രസമായിരുന്നു. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ അഥവാ ഈ സ്പൈനൽ കോഡ് കാര്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ മെയിനായിട്ട് റിഹാബ് സെൻ്ററുകൾ മാത്രം പോവുക. റിഹാബ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കും. നമ്മൾ പെട്ടെന്ന് നമുക്ക് ടെൻഷനായിരിക്കും, ഇവിടെ പോകണം എന്ത് പോകണം എന്നൊന്നും അറിയില്ല. നമ്മൾ മെയിനായിട്ട് ചെറിയ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ വീട്ടിലേക്ക് ഹോം വിസിറ്റൊക്കെ ഫസ്റ്റ് വരും. ഫസ്റ്റ് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റാണ് മെയിൻ. എൻ്റെ അനുഭവത്തിൻ്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് മെയിനാണ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ബെഡിൽ തന്നെ ആയിപ്പോൾ. ഫസ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സഹായി ഇവിടെ മെയിൻ ഇൻഡിപെൻഡൻ്റ് ആക്കലാണ്. കാരണം വെച്ചാൽ നമ്മൾ ബെഡിൽ തന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഇരുത്തുക, ഈ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് മാറുക, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവുക, ഡ്രസ്സ്, ട്രൗസർ, ഷർട്ട് എല്ലാം സ്വന്തമായിട്ട് തന്നെ ആക്കുക, ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പോൾ നോർമൽ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നില്ല. അവർ മെയിനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് പോവുക. ഇതിന് മുന്നേ അങ്ങനെയായിരുന്നു, എനിക്ക് ലാസ്റ്റ് വന്ന സ്ഥലത്ത് അങ്ങനെയായിരുന്നു. അവർ എക്സസൈസ് ചെയ്ത് പോകും. നമ്മളെ വേറെ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല, ജസ്റ്റ് ചെയ്തങ്ങ് പോകും, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് പിന്നെ ഓരോ ടെൻഷനാണ് എടുക്കുക. പിന്നെ അതിൻ്റെ എക്സസൈസ്, ഡെയിലി എക്സസൈസ്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതന്നെ മെയിൻ ഇതിന് വേണ്ടത്. പിന്നെ കുറച്ച് മനസ്സിൽ ധൈര്യം വരിക, കുറച്ച് കൂളായിരിക്കുക. അത് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അല്ലേ, ഞാൻ സാറ് താങ്ക്സ് പറയണം, നന്ദി പറയുകയാണ്. ഫസ്റ്റ് ഞാൻ നന്ദി പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു ആത്മവിശ്വാസം വന്നതിന്. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു ജോലി ചെയ്യണം, അല്ലാണ്ട് വേറെ മടി പിടിച്ചിരിക്കുന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇവിടെ വന്നിട്ടാണ്. ഫസ്റ്റ് ഞാൻ സാറോട് നന്ദി പറയുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നതിന് അതിനും കൂടുതൽ എൻ്റെ കുറച്ചും കൂടി പ്രചോദിപ്പിച്ചിരുന്നത് വെച്ചാൽ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. ആദ്യമായിട്ട് ഇവിടെ വന്ന് എന്നോട് ജോലി ചെയ്യാൻ കൂടി പറഞ്ഞത്. ഫുള്ള് തെറാപ്പി മാത്രം ആകരുത്, തെറാപ്പിയും ജോലിയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, വീട്ടിൽ പോയിട്ടാണെങ്കിൽ ജോലി ചെയ്യണമെന്ന്. അതുപോലെ തന്നെ തോമസ് സാറിൻ്റെ ഫൗണ്ടർ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ കൂടുതൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഗജൻ സാറ്, കൃപ മേഡം, അജയ് സാർ, എല്ലാവരോടും നന്ദി. താങ്ക് യു സഹായ റീഹാബിലിറ്റേഷൻ സെൻറ്റർ.